إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله الله تعالى بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله، وخير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم تسليما كثيرا كثيرا. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أوصيكم عباد الله أولا بتقوى الله. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബാക്കളോടായിക്കൊണ്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ആ വ്യക്തിയുടെ ഗുണവിശേഷണങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ യുതീലു സഫർ, ഒരുപാടധികം യാത്ര ചെയ്ത മനുഷ്യനാണ്. അശ്അസ അഅ്ബർ, അതുപോലെ തന്നെ യാത്ര ചെയ്തതിൻ്റെ പേരിലുണ്ടായ അദ്ദേഹത്തിൻ്റെ ജട പ്രകടമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൽ പൊടിപടലങ്ങൾ ആകെ കയറി പിടിച്ചിട്ടുണ്ട്. യമുദ്ദു യദൈഹി ഇലസ്സമാ, അദ്ദേഹം ആകാശലോകത്തേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം പറയാണ് യാ റബ്ബി യാ റബ്ബ്, അല്ലാഹുവേ അല്ലാഹു, റബ്ബേ റബ്ബേ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ മുഴുവൻ പറയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു വമത്അമുഹു ഹറാം, അയാളുടെ ഭക്ഷണം അത് ഹറാമാണ്. വമൽബസുഹു ഹറാം, അയാളുടെ വസ്ത്രം അത് ഹറാമാണ്. വമശ്റബുഹു ഹറാം, അദ്ദേഹത്തിന്റെ പാനീയം അതും ഹറാമാണ്. വഗുദിയ ബിൽ ഹറാം, അദ്ദേഹം ഹറാമിലാണ് ഊട്ടപ്പെട്ടിട്ടുള്ളത്. എല്ലാം അദ്ദേഹത്തിന്റെ സമ്പാദ്യം മുഴുവൻ ഹറാമാണ്. ഫഅന്ന യുസ്തജാബു ലഹു, പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം, ഒരാളുടെ ദുആ സ്വീകരിക്കുന്നതിന്റെ കാരണമാണ് അയാൾ യാത്രക്കാരനാവുക എന്നുള്ളത്. ആ യാത്രയുടെ എല്ലാവിധ ലക്ഷണങ്ങളും അയാളിലുണ്ട്. മാത്രമല്ല, ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൈകൾ ഉയർത്തി കഴിഞ്ഞാൽ ആ കൈകളെ പൂജ്യമാക്കി മടക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല, അവന് മടിയാണ്. അദ്ദേഹം രണ്ട് കൈകളും ആകാശലോകത്തേക്ക് ഉയർത്തിയിട്ടുണ്ട്. യാ റബ്ബ് യാ റബ്ബ് എന്നുള്ള അള്ളാഹുവിന്റെ റുബൂബിയത്തിലേക്ക് ചേർത്തിക്കൊണ്ടുള്ള വിളിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകപ്പെടുന്നില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്തേ അതിന് കാരണമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അദ്ദേഹത്തിന്റെ സമ്പാദ്യങ്ങൾ മുഴുവനും ഹറാമായിരുന്നു എന്നാണ്. അപ്പൊ ഹറാമായ സമ്പാദ്യം സമ്പാദിച്ചത് കൊണ്ട് അദ്ദേഹത്തിന്റെ ദുആഇന് ഉത്തരം ലഭിച്ചില്ല എന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. പലപ്പോഴും പല ആളുകളും ഹറാമായ സമ്പാദ്യം എന്ന് പറയുമ്പോൾ അത് കട്ടെടുത്തത്, തട്ടിപ്പറിച്ചത്, അതല്ലെങ്കിൽ പിന്നെ കള്ളസത്യം പറഞ്ഞുകൊണ്ട് കള്ളസത്യം പറഞ്ഞ് വിറ്റ മുതല്, ഈ രൂപത്തിലൊക്കെയാണ് പലപ്പോഴും ഹറാമായ സമ്പാദ്യം എന്ന് പലപ്പോഴും പല ആളുകളും മനസ്സിലാക്കി വെക്കാറുണ്ട്. എന്നാൽ അത് ഹറാമ് തന്നെയാണ്. പക്ഷേ നമ്മൾ ഹലാലായി സമ്പാദിച്ച മുഴുവൻ മാർഗങ്ങളും, ഹലാലായി സമ്പാദിച്ച മുഴുവൻ സമ്പാദ്യങ്ങളും ഹറാമായി തീരുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി ഉമ്മത്തിനെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ സമ്പാദ്യങ്ങൾ കൃത്യമായി അത് ശുദ്ധീകരിച്ചിട്ടില്ല എങ്കിൽ
നമ്മുടെ സമ്പാദ്യങ്ങൾ മുഴുവനും അത് ഹറാമായി തീരും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു ശുദ്ധീകരണത്തെയാണ് ഇസ്ലാം പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് പറഞ്ഞു കൊടുത്തത് അസ്സകാത്ത് എന്ന്. സകാത്ത് എന്ന പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ എത്ര വേണമെങ്കിലും അയാൾക്ക് സമ്പാദിക്കാം, യാതൊരു തടസ്സവുമില്ല. അയാളുടെ സമ്പാദന മാർഗം അത് ഹലാലായ മാർഗമായാൽ മതി. അതോടൊപ്പം തന്നെ അദ്ദേഹം അതിന്റെ സകാത്ത്, അതിന് നിശ്ചയിച്ചു വെച്ച, പാവപ്പെട്ടവർക്ക് നിശ്ചയിച്ചു വെച്ച ഓഹരി അത് അദ്ദേഹം കൊടുത്തു വീട്ടുകയുമാണ് എങ്കിൽ ഇസ്ലാമിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എത്ര വേണമെങ്കിലും സമ്പാദിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് സകാത്തിനെ പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നിസ്കാരം ഒഴിവാക്കിയ ഒരു മനുഷ്യനെ സംബന്ധിച്ച് എന്താണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാ. ഇസ്ലാമിൽ നിസ്കാരം ഒഴിവാക്കിയ ഒരു മനുഷ്യനാണോ, യാതൊരു ഓഹരിയും അദ്ദേഹത്തിന് ഇസ്ലാമിലില്ല. ആ നിസ്കാരത്തിന്റെ കൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ 29ഓളം സ്ഥലങ്ങളിൽ പറഞ്ഞത്, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം, അതോടൊപ്പം തന്നെ നിങ്ങൾ സകാത്ത് കൊടുത്തു വീട്ടുകയും ചെയ്യണമെന്ന്. അപ്പൊ അത്ര പ്രാധാന്യത്തോടു കൂടെയാണ് ഇസ്ലാം സകാത്തിനെ പഠിപ്പിച്ചിട്ടുള്ളത്. പലപ്പോഴും പല ആളുകൾക്കും സകാത്ത് എന്ന് പറയുമ്പോൾ അത് ചില ദിവസങ്ങളിൽ ചില പാവപ്പെട്ട ആളുകൾ നമ്മുടെ വീട്ടിൽ വന്നുകൊണ്ട് ചോദിക്കുമ്പോൾ നമ്മൾ എടുത്തു കൊടുക്കുന്ന ചില നാണയത്തുട്ടുകളാണ് നമ്മുടെ സകാത്ത് എന്ന് പല ആളുകളും വിചാരിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ നിസ്കാരം പഠിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നോമ്പിന്റെ അഹ്കാമുകൾ പഠിക്കുന്നത് പോലെ, അതുപോലെ തന്നെ ഹജ്ജ് ചെയ്യാൻ പോകുന്നവർ അതിന്റെ അഹ്കാമുകൾ പഠിക്കുന്നത്, അതിന്റെ വിധിവിലക്കുകൾ പഠിക്കുന്നത് പോലെ, ഉംറയുടെ വിധിവിലക്കുകൾ പഠിക്കുന്നത് പോലെ നമ്മൾ ആരും സകാത്തിന്റെ വിധിവിലക്കുകളെ സംബന്ധിച്ച് പഠിക്കാനോ അത് കൊടുക്കണം എന്നുള്ള നിലക്ക് അത് പഠിച്ചെടുക്കാനോ നമ്മൾ എന്ത് ചെയ്യാറില്ല, പരിശ്രമിക്കാറില്ല എന്നുള്ളത് വലിയ ഒരു സത്യം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കി വെക്കേണ്ടത്, നമ്മൾ സമ്പാദിച്ചു കൂട്ടിയതായ മുഴുവൻ സമ്പാദ്യങ്ങളും അതൊന്നും നമുക്കുള്ളതല്ല എന്നതാണ്. നമ്മുടെ കഴിവ് കൊണ്ടോ, നമ്മുടെ കഴിവ് കൊണ്ടോ, അതല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി കൊണ്ടോ, നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ, അതുകൊണ്ടൊന്നും നേടിയെടുക്കുന്നതല്ല നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നത്. മറിച്ച് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഫള് മാത്രമാണ്, അള്ളാഹുവിന്റെ ഔദാര്യം മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ വിദ്യാഭ്യാസം കൊണ്ടാണ് അയാൾ സമ്പാദ്യം നേടിയെടുക്കുന്നത് എങ്കിൽ എത്രയോ വിദ്യാഭ്യാസമുള്ള ആളുകൾ നമ്മളെക്കാളും താഴെയുള്ളവരായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ബുദ്ധി കൂർമ്മത കൊണ്ടാണ് എങ്കിൽ എത്രയോ ബുദ്ധിമാന്മാരായ ആളുകൾ ഒരു സമ്പാദ്യവും ഇല്ലാതെ ലോകത്ത് ജീവിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മളാണ് അടിസ്ഥാനപരമായി മനസ്സിലാക്കി വെക്കേണ്ടത്, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഫളാണ്, ഔദാര്യമാണ് എന്നുള്ളതാണ്. ആ സമ്പാദ്യത്തിന് മുഴുവൻ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നമ്മൾ എണ്ണി കണക്ക് പറയുക തന്നെ ചെയ്യേണ്ടതുണ്ട്. അതല്ലാതെ ഒരടിമക്കും അവന്റെ കാലുകൾ നാളെ ഖിയാമത്ത് നാളിൽ എടുത്തു വെക്കാൻ സാധിക്കുകയില്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, അതെങ്ങാനും നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ വലിയ വലിയ കോട്ടങ്ങളാണ്, വലിയ ശിക്ഷകളാണ് ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും നമ്മളെ കാത്തിരിക്കുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് പഠിപ്പിച്ചതായി കൊണ്ട് കാണാൻ സാധിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലം യംനഅ ഖൗമുൻ സകാത അംവാലിഹിം ഇല്ലാ മുനിഉൽ ഖതറ മിനസ് സമാ. ഏതെങ്കിലും ഒരു സമൂഹം അവർ സകാത്തിനെ തടഞ്ഞു വെച്ചിട്ടുണ്ടോ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൽ നിന്നുള്ള മഴ അത് തടഞ്ഞു വെക്കുന്നതാണ്. മാത്രമല്ല, വലൗലൽ ബഹായിമു ലം യുംതറു, അവരുടെ കന്നുകാലികളില്ലായിരുന്നുവെങ്കിൽ അവർക്ക് മഴ പോലും വർഷിക്കുകയില്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ സൂറത്തുൽ ഖലമിൽ അല്ലാഹു ഒരു തോട്ടക്കാരന്റെ കഥ പറയുന്നുണ്ട്. ആ തോട്ടക്കാരൻ അദ്ദേഹത്തിന്റെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ ഉണ്ടാകുന്ന വിളകൾക്ക് കൃത്യമായി സകാത്തുകൾ കൊടുത്തു. അദ്ദേഹത്തിന് വലിയ സമ്പാദ്യമുണ്ടായി. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മക്കൾ അത് ഏറ്റെടുത്തു. പക്ഷേ മക്കൾ ആരും ആ സകാത്ത് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. പാവപ്പെട്ടവർക്ക് അവരുടെ അവകാശങ്ങൾ കൊടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല. എന്തേ സംഭവിച്ചത്? അവരുടെ മുഴുവൻ കൃഷി വിളകളും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തുന്നത്. എന്തേ കാരണം? അവർ സകാത്ത് കൊടുത്തില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം. ഇനി പരലോകത്തേക്ക് മാറ്റി വെക്കുകയാണ് എങ്കിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞത് കാണാം, യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം. അവരുടെ മുഴുവൻ സമ്പാദ്യങ്ങളും നാളെ നരകത്തിന്റെ തീയിലിട്ടുകൊണ്ട് ചുട്ട് പഴുപ്പിക്കുന്നതാണ്. മാത്രമല്ല, ഫതുഖ്വാ ബിഹാ ഹിബാഹുഹും വജുനൂബുഹും വദുഹൂറുഹും. ആ ചുട്ടുപഴുപ്പിച്ച അവരുടെ സമ്പാദ്യങ്ങൾ അവരുടെ പാർശ്വഭാഗങ്ങളിലും അവരുടെ നെറ്റിത്തടങ്ങളിലും അതുപോലെ തന്നെ അവരുടെ മുതുകിലും വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഴുപ്പിക്കുമെന്നും
അള്ളാഹു തന്നെ വിശുദ്ധ ഖുർആനിൽ പറയുന്നതായി കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നിട്ട് അവരോട് പറയപ്പെടും, ഹാദാ മാ കനസ്തും ലിഅൻഫുസികും, ഇത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിക്ഷേപമായി സമ്പാദിച്ചു വെച്ചതാണ്. ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ, നിങ്ങൾ എന്തൊക്കെ സമ്പാദ്യങ്ങളാണോ സമ്പാദിച്ചു വെച്ചത് അതെല്ലാം നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുമെന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഒരു വ്യക്തി സമ്പത്തുണ്ടായിട്ടും ആ സമ്പത്തൊന്നും തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചില്ല, അതിന്റെ അവകാശികൾക്ക് നൽകിയില്ല, അത് പിടിച്ചു വെച്ചുകൊണ്ടാണ് അവൻ ജീവിച്ചത് എങ്കിൽ ആ സമ്പത്തിനെ മുഴുവൻ ഉഗ്രവിഷമുള്ള പാമ്പാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റും. എന്നിട്ട് ഹദീസിൽ കാണാം, അതിന്റെ വിഷത്തിന്റെ ആധിക്യം കാരണത്താൽ ആ പാമ്പിന്റെ തല അത് വെളുത്തു പോയിരിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. മാത്രമല്ല അതിന്റെ കണ്ണിന് മുകളിൽ 2 കറുത്ത പുള്ളികൾ ഉണ്ടാകും, നല്ല നീണ്ട തേറ്റകൾ ഉണ്ടാകും. അത് ആരുടെ സമ്പാദ്യമാണോ അവനെ വലിഞ്ഞു മുറുക്കുന്നതാണ്. എന്നിട്ട് അവനെ കൊത്തിക്കൊണ്ട് പറയും, അന കൻസുക വ അന മാലുക, ഞാൻ നീ നിധിയായി സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്, ഞാൻ നിന്റെ സമ്പാദ്യമാണ് എന്ന് ആ പാമ്പ് പറയുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കൊണ്ട് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ശിക്ഷകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണോ? സകാത്തിന്റെ മസായിലുകൾ, സകാത്തിന്റെ അഹ്കാമുകൾ, സകാത്തിന്റെ വിധിവിലക്കുകൾ നമ്മൾ പഠിച്ചേ മതിയാകും. കൃത്യമായി നമ്മൾ ഓരോന്നും നമ്മുടെ സമ്പാദ്യങ്ങൾ നോട്ട് ചെയ്ത് നമ്മൾ എത്രയാണോ പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ളത് അത് കൃത്യമായി നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഈ ശിക്ഷകൾ ദുനിയാവിലും നാളെ ആഖിറത്തിലും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, എന്തിലേക്കാണ് സക്കാത്ത് വിശദമായിട്ട് പറയേണ്ടതാണ്. എന്നിരുന്നാലും വളരെ ഒരു ഷോർട്ടായി അതിലേക്കൊരു അതിലേക്കൊരു വാതിലെന്നോണം പറയുകയാണ്, വളരെ ഷോർട്ടാക്കിക്കൊണ്ട് മാത്രം സൂചിപ്പിക്കുകയാണ്. സ്വർണത്തിൽ നമുക്ക് സക്കാത്ത് ഉണ്ട്. സ്വർണത്തിൽ എത്രയാണ് സക്കാത്ത്? 85 ഗ്രാം തനി തങ്കം നമ്മുടെ കൈകളിൽ ഉണ്ട് എങ്കിൽ, 85 ഗ്രാം സ്വർണം നമ്മുടെ കൈകളിൽ ഉണ്ട് എങ്കിൽ ആ സ്വർണത്തിന്റെ 2.5% അത് നമുക്ക് അവകാശപ്പെട്ടതല്ല, അത് പാവപ്പെട്ടവർക്ക് അവകാശപ്പെട്ടതാണ്. അതുപോലെ തന്നെ വെള്ളിയുടെ കാര്യം പറയുകയാണെങ്കിൽ 595 ഗ്രാം വെള്ളി നമ്മുടെ കൈകളിൽ ഉണ്ട് എങ്കിൽ അതും 2.5% പാവപ്പെട്ടവന്റെ അവകാശമാണ്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന കറൻസി, അത് വാടക ഇനത്തിലായിക്കൊള്ളട്ടെ, അത് നമ്മുടെ ശമ്പളമായിക്കൊള്ളട്ടെ, അത് നമ്മുടെ ലാഭവിഹിതമായിക്കൊള്ളട്ടെ, എങ്ങനെ ആയിട്ട് നമ്മുടെ കൈകളിലേക്ക് വന്ന സമ്പാദ്യമാവട്ടെ, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതും 595 ഗ്രാം വെള്ളിയുടെ പൈസക്ക് തുല്യമായിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇന്നത്തെ കണക്കൊക്കെ അനുസരിച്ചാണെങ്കിൽ ഏകദേശം ഒരു 60,000 65,000 രൂപയുടെ ഉള്ളിലുള്ള പണം നമ്മുടെ കൈകളിൽ ഉണ്ട് എങ്കിൽ അതിന്റെ അത് ഒരു വർഷം ആവുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ 2.5% അത് നമുക്ക് അവകാശപ്പെട്ടതല്ല, അത് പാവപ്പെട്ട ആളുകൾക്ക് അവകാശപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ കച്ചവട ചരക്കുകൾ, നമ്മുടെ കടകളിലൊക്കെ സ്വന്തമായി കടലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവിടെ 60,000 എന്നുള്ള കണക്ക് പറയുന്നത് 595 ഗ്രാം വെള്ളിയുടെ പണമാണ്. ആ 595 ഗ്രാം വെള്ളിക്ക് തുല്യമായ കച്ചവടച്ചരക്ക് നമ്മുടെ കൈകളിലുണ്ടെങ്കിൽ, ഏകദേശം 60,000 രൂപയുടെ കച്ചവടച്ചരക്ക് നമ്മൾക്കുണ്ട് എങ്കിൽ അതിനും നമ്മൾ എന്ത് ചെയ്യണം? 2.5% സക്കാത്ത് നൽകാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ അത് വിശദമായിട്ട് നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. അതിൻ്റെ ഒരു ഷോർട്ട് എന്നുള്ള രൂപത്തിലാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി നൽകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളും കൂടെ സൂചിപ്പിക്കാം. ഒന്നാമത്, ചില സമ്പാദ്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വസ്തു തന്നെയും കൊടുക്കാൻ പറ്റും, അതുപോലെ തന്നെ അതിന്റെ മൂല്യവും കൊടുക്കാൻ പറ്റും. ചിലതിൽ മൂല്യമേ കൊടുക്കാൻ പറ്റുള്ളൂ, വസ്തു കൊടുക്കാൻ പറ്റൂല. ചിലതിൽ വസ്തു മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, മൂല്യം കൊടുക്കാനേ പാടില്ല. ഇപ്പൊ സ്വർണം ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, സ്വർണത്തിന്റെ മൂല്യം കറൻസി ആയിട്ട് എത്രയാണോ പൈസ അതും നമുക്ക് കൊടുക്കാം. അതേപോലെ തന്നെ ആ സ്വർണം തന്നെയും സക്കാത്തായിട്ട് കൊടുക്കാൻ പറ്റും, അതും കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ കച്ചവട ചരക്ക് ഒരാൾക്ക് വലിയൊരു പച്ചക്കറി കട ഉണ്ട്, അല്ലെങ്കിൽ വലിയൊരു ഷോപ്പ് ഉണ്ട്, എന്തായിക്കോട്ടെ, അയാളുടെ കച്ചവട ചരക്കുണ്ടെങ്കിൽ ആ കച്ചവട ചരക്ക് വസ്തു കൊടുക്കാൻ പറ്റില്ല. അതിന്റെ മൂല്യം തന്നെ കൊടുക്കണം, അതിന്റെ പണമായിട്ട് അതിന്റെ മൂല്യം തന്നെ കൊടുക്കണം. ഒരിക്കലും ആ കച്ചവട ചരക്കോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ചിലതിൽ മൂല്യം കൊടുക്കാൻ പറ്റൂല, അതിന്റെ വസ്തു തന്നെ കൊടുക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ, നാട്ടിലെ കൂത്തായ, അതായത് നാട്ടിലെ പൊതുഭക്ഷണമായ ഒരു കൃഷി ഒരാൾക്കുണ്ടെങ്കിൽ, നെല്ലാവട്ടെ ഗോതമ്പാവട്ടെ, കൃഷി ഒരാൾക്കുണ്ടെങ്കിൽ അത് 100-100 കിലോനും അയാളുടെ കൈകളിൽ ഓരോ വിളക്കും ഉണ്ട് എങ്കിൽ അതിൻ്റെയും സക്കാത്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണ്? അതിന്റെ വസ്തുവാണ് കൊടുക്കേണ്ടത്, അതിന്റെ മൂല്യം കൊടുക്കാൻ പറ്റില്ല. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ കൊടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെ അതിന്റെ രാമുഖം എന്നോണമാണ് പറയുന്നത്. അത് കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ കൊടുക്കേണ്ടത്
8 അവകാശികളെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നുള്ളത്. അല്ലാത്ത മസ്ജിദുകൾക്കാവട്ടെ അതല്ലെങ്കിൽ കോളേജുകൾക്കാവട്ടെ അവർക്കൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ സകാത്ത് എന്നുള്ള നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല. അള്ളാഹു തന്നെ പറഞ്ഞത് കാണാം, ഇന്നമസ്സദഖാതു, സദഖ ഈ പറയുന്ന ആളുകൾക്കാണ്. ആർക്കാണ്? ലിൽ ഫുഖറാഇ വൽ മസാകിൻ, പറ്റിയ ദരിദ്രരായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ മിസ്കീന്മാരായിട്ടുള്ള ആളുകൾക്കും. മൂന്നാമത് വൽ ആമിലീന അലൈഹ, അതിന്റെ മേൽ പ്രവർത്തിക്കുന്ന ആളുകൾ. അതിപ്പോ നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല, കാരണം അത് വലിയ അമറിന്റെ കീഴിൽ എന്ത് ചെയ്യേണ്ടതാണ്, സക്കാത്ത് പിരിക്കാൻ നടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നാലാമത്തത് വൽ മുഅല്ലഫതി ഖുലൂബുഹും, ഹൃദയം ഇസ്ലാമിനോട് ഇണക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഹൃദയം ഇണക്കപ്പെടാൻ വേണ്ടി ഇസ്ലാമിന്റെ കഠിന ശത്രുക്കൾക്ക് കൊടുക്കാമെന്ന പണ്ഡിത അഭിപ്രായമുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങൾക്കിടയിൽ ജീവിക്കുന്ന പുതുമുസ്ലിമായ അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ രൂപത്തിലുള്ള ആളുകൾക്കും കൊടുക്കാമെന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അഞ്ചാമത്തേത് വഫി റിഖാബി, അടിമമോചനത്തിന്. അതിപ്പോ ഈ കാലഘട്ടത്തിൽ എന്തില്ല, അടിമമോചനവുമില്ല. അതുപോലെ തന്നെ ആറാമത് വൽ ഖാരിമീൻ, കടക്കാരായിട്ടുള്ള ആളുകൾ. കടല്ലാത്ത ആൾ എന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തിലിപ്പോ കടല്ലാത്ത ആളുകൾ കുറവായിരിക്കും. അപ്പൊ ഏത് കടമാണത്? അവധി എത്തിയാലും കൊടുത്തു വീട്ടാൻ എന്ത് ചെയ്യില്ല, സാധിക്കില്ല. ഒരാൾക്ക് 2 ലക്ഷം റുപ്യ കടമുണ്ട്, അയാൾക്ക് മാസം 1 ലക്ഷം റുപ്യ വരുമാനമുണ്ട്. 4 മാസം കഴിഞ്ഞിട്ട് അയാൾക്ക് എന്ത് ചെയ്യേണ്ടുള്ളൂ, കൊടുക്കേണ്ടതുള്ളൂ. അപ്പൊ അയാൾക്ക് അവധി എത്തിയാൽ എന്ത് ചെയ്യാൻ കഴിയും, ആ കടം വീട്ടാൻ സാധിക്കും. പക്ഷെ വേറെ ചില ആളുകളുണ്ട്, അവർക്ക് ചിലപ്പോൾ 2 ലക്ഷം റുപ്യ കട ഉണ്ടാവും, മാസം 10,000 റുപ്യ കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പൊ 2 മാസം കഴിഞ്ഞിട്ട് കൊടുക്കണം എന്ന് കരുതിയാൽ ആ കട ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, അയാൾക്ക് അവധി എത്തിയാലും കൊടുത്തു വീട്ടാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള കടക്കാരുണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫീ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞാൽ പള്ളി ഉണ്ടാക്കാനും മറ്റൊന്നും അല്ല, മറിച്ച് അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. ചില പണ്ഡിതന്മാർ ത്വലബുൽ ഇൽമിന് വേണ്ടിയും കൊടുക്കാമെന്നും അഭിപ്രായം പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തതായി അവസാനമായിക്കൊണ്ട് പറഞ്ഞത് വബിനിസ് സബീൽ, വഴിയാത്രക്കാരായ, അതായത് യാത്ര ചെയ്ത് ഏതെങ്കിലും നാട്ടിൽ എന്ത് ചെയ്യുന്നു, അയാൾ കുടുങ്ങി അയാളുടെ സമ്പാദ്യം അയാൾക്ക് എത്തിക്കാൻ വകുപ്പില്ല, ആ രൂപത്തിൽ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ അയാളെ സഹായിക്കാൻ വേണ്ടിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സമ്പാദ്യം കൊടുക്കാൻ പറ്റും, സക്കാത്തിന്റെ പണം നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ അതിന്റെ രാമുഖമായി മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ സക്കാത്തിന്റെ മസലകൾ കൃത്യമായി നമ്മൾ പഠിക്കുകയും ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് നമ്മുടെ സമ്പാദ്യം അത് ശുദ്ധീകരിക്കേണ്ടതാണ്. ഇല്ല എങ്കിൽ നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ നമുക്ക് മറുപടി പറയേണ്ടി വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖുല്ലാഹ ഇബാദല്ലാഹ്. നമ്മൾ ഓരോരുത്തരും പരിശുദ്ധമായ റമദാനിൻ്റെ 13ാമത്തെ ദിവസത്തിലാണ് ഉള്ളത്. ഏതാനും ദിവസങ്ങളും കൂടെ കടന്നു പോയി കഴിഞ്ഞാൽ റമദാൻ 17 നമ്മിലേക്ക് സമാഗതമാവുകയാണ്. നമ്മുടെ നാടുകളിലൊക്കെ ആ ഒരു ദിവസം വരുമ്പോൾ ഒരുപാട് ബിദ്അത്തുകൾ, അനാചാരങ്ങൾ, അതുപോലെ തന്നെ ഖുറാഫാത്തുകൾ, അവരെ വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ ആണ്ട് നേർച്ച തുടങ്ങിയ പല ഏർപ്പാടുകളും നമ്മുടെ നാടുകളിലൊക്കെ കാണാൻ കഴിയും. സത്യത്തിൽ ഈ ചെയ്യുന്നതിനൊന്നും യാതൊരു അടിസ്ഥാനവും ഇസ്ലാം ദീനിലില്ല. ഇസ്ലാം ദീനിൽ ഒരു കാര്യം ശറഅാവണം എന്നുണ്ട് എങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കണം. അള്ളാഹുവാണ് ശാരിഅ്, അള്ളാഹുവാണ് നിയമമുണ്ടാക്കാനുള്ള അവകാശി. അള്ളാഹുവിനല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും ഇസ്ലാമിൽ ഒരു നിയമം ഉണ്ടാക്കാൻ എന്തില്ല, അവകാശമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുക്കും. അത് എത്തിച്ചു തരുന്ന മുബല്ലിഗാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിനോട് തന്നെ പറഞ്ഞത്, എങ്ങാനും ഉണ്ട് എങ്കിൽ അദ്ദേഹത്തെ ഞാൻ പിടികൂടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നബിതങ്ങൾ ചെയ്യാത്ത, സഹാബാക്കൾ ചെയ്യാത്ത, സച്ചരിതരായ ഉലമാക്കൾ, സച്ചരിതരായ സലഫുകളിൽപ്പെട്ട ഒരാളും ചെയ്യാത്ത പണിയാണ് റമദാൻ 17 വരുമ്പോൾ അവരുടെ ആണ്ട് നടത്തുക, അവരുടെ നേർച്ച നടത്തുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 2 ബദർ നടക്കുന്നത്. അതിനുശേഷം വീണ്ടും എന്തുണ്ടായിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ടുണ്ട്. 30 വർഷക്കാലത്തോളം ഖുലഫാഉർ റാഷിദീങ്ങൾ ഭരണം നടത്തിയിട്ടുണ്ട്. ഇവരാരും എന്ത് ചെയ്തില്ല, ആ ഒരു ദിവസം വന്നപ്പോ ഒരു പ്രത്യേക ഓർമ്മ പുതുക്കൽ, അതല്ലെങ്കിൽ ഒരു പ്രത്യേക ഭക്ഷണം കൊടുക്കൽ, ഒരു പ്രത്യേക മൗലിദ് പാരായണം, ഇതൊന്നും എന്ത് ചെയ്തിട്ടില്ല. നബിതങ്ങളോ സഹാബാക്കളോ റളിയല്ലാഹു അൻഹും അജ്മഈൻ ഒരാളും ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മാസത്തിൽ പോലും ശൈത്താൻ നമ്മളെ പിടികൂടിയ ഒരു കാര്യമാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്.
ഒരു വിദഗ്ധകാരൻ്റെ അവസ്ഥ നമുക്കറിയാം. അയാളുടെ തൗബ പോലും ഈ മാസം എന്ന് പറയുന്നത് തൗബയൊക്കെ സ്വീകരിക്കുന്ന അത്രയേറെ ചാൻസ് ഉള്ള നമുക്ക് അള്ളാഹുവിലേക്ക് മടങ്ങാൻ പറ്റുന്ന ഒരു അവസരമാണ്. ആ സമയത്ത് പോലും തൗബ പോലും തടയപ്പെടും ഒരു വിദഗ്ധകാരൻ്റെ. നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. ആ വിഷയം അറിയാത്തവരാണെങ്കിൽ അത് പഠിച്ചെടുത്തുകൊണ്ട് മനസ്സിലാക്കി അവർ അമല് ചെയ്യണം. ഒരിക്കലും അതിനെ നിസാരവൽക്കരിച്ചുകൊണ്ട് കാണാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ഇന്നല്ലാഹ ഹജബ തൗബത അൻ കുല്ലി സാഹിബി ബിദ്അത്തിൻ ഹത്താ യദഅ ബിദ്അതഹു. എല്ലാ ബിദ്അത്തുകാരിൽ നിന്നും അവന്റെ തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല തടയപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഈ റമളാൻ മാസം വന്നെത്തിയിട്ടും നമ്മളുടെ തൗബ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്താണ് നമ്മളുടെ അവസ്ഥ? നമ്മളൊന്ന് ആലോചിക്കാൻ മതി. ഒരു റമളാൻ കിട്ടിയിട്ടും പാപം പൊറുക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, അയാൾ മൂക്ക് കുത്തി നരകത്തിലേക്ക് വീഴട്ടെ എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുകയും ചെയ്തു. ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും, യാതൊരു സംശയവുമില്ല. നമ്മളൊരു വിദഅത്തിന്റെ വക്താവാണ് എങ്കിൽ നമ്മുടെ തൗബയും അല്ലാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഗൗരവത്തിൽ എടുത്തുകൊണ്ട് ആ വിഷയം പഠിച്ചുകൊണ്ട് കൃത്യമായി അതിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. الله أكبر الله أكبر.